കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഈ ജ്യോതിഷ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം. പല ആൾക്കാരുടെയും കമൻറ്റുകളാണ്. ആ കമൻറ്റുകളാണ് നമ്മൾ ഇവിടെ ഓരോ എപ്പിസോഡുകളായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പം പലരുടെയുള്ള ഒരു അഭിപ്രായമാണ്, സാർ എ തൊട്ട് ഇസഡ് വരെയുള്ള അക്ഷരത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ പറയാറുണ്ട്, എന്താണ് അതിന് കാരണം? അത് നമുക്ക് നോക്കാം. എയിൽ തുടങ്ങുന്ന അക്ഷരക്കാർ പെട്ടെന്ന് ദേഷ്യപ്പെടുക, കൂർമ്മ ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും. ബിയിൽ തുടങ്ങുന്ന അക്ഷരക്കാർ പെട്ടെന്നുള്ള ക്രൗര്യ സ്വഭാവക്കാരായിരിക്കും. ക്രൗര്യവും വീര്യവും മറ്റു കാര്യങ്ങളൊക്കെയുള്ള ഒരു അവസ്ഥാന്തരത്തിലുള്ള സ്വഭാവക്കാരും. സി എന്ന് പറയുന്ന അക്ഷരക്കാർ വളരെ സാത്വിക സ്വഭാവക്കാരും വളരെ സൈലൻറ്റുമായിരിക്കും. ഡി എന്ന് പറയുന്ന ആൾക്കാർ ആത്മാർത്ഥതയും വിശ്വസിക്കാനും പറ്റുന്നതായിട്ടുള്ള ചില നക്ഷത്രങ്ങളും. ഇ എന്ന് പറയുന്ന അക്ഷരക്കാർ വളരെയധികം സ്വാർത്ഥ സ്വഭാവക്കാരും മറ്റുള്ളവരിൽ നിന്നുള്ളതും മറ്റ് ധനങ്ങൾ ആർജിക്കണമെന്നും താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. ഈ എഫ് എന്ന് പറയുന്ന ആൾക്കാർ കൂടുതൽ സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരും കുടുംബത്തോട് കൂടുതൽ ബന്ധം പുലർത്തുന്നവരും ഒക്കെ ആയിരിക്കും. ജി എന്ന് പറയുന്ന അക്ഷരക്കാർ ഭാര്യാസ്നേഹം കൂടുതലുള്ളവരും സന്താനത്തെ കൂടുതൽ സ്നേഹിക്കുന്നവരും കുടുംബസ്നേഹം ഉള്ളവരും അവർക്ക് വളർത്തുമൃഗങ്ങൾ മറ്റു കാര്യങ്ങൾ കൃഷി ഇതിലൊക്കെ വലിയ താല്പര്യമുള്ള ആൾക്കാർ. എച്ച് എന്ന് പറയുന്ന നക്ഷത്രക്കാർക്ക് പ്രൗഢിയോടുകൂടി നടക്കാനും ഒരുങ്ങി നടക്കാനും ഒക്കെ വളരെയധികം താല്പര്യം, ശാസ്ത്രം, കല ഇതൊക്കെ അറിവ് നേടാനായിട്ട് താല്പര്യമുള്ള ഒരു അക്ഷരമാണ് എച്ച്. ഐ എന്ന് പറയുന്ന അക്ഷരക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ദു, ഇന്ദിര ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അക്ഷരമുണ്ട്. ഇമ്മാനുവൽ ഇങ്ങനെയൊക്കെയുള്ള അക്ഷരക്കാർക്കെന്ന് പറഞ്ഞാൽ ചൈതന്യാവസ്ഥ ചില മുഖഭാവം കൊണ്ട് നമ്മൾ അവരെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു നക്ഷത്രക്കാരായിരിക്കും. എന്നാൽ ആഠ്യത കൂടുതലും പ്രൗഢി കൂടുതലുമുള്ള ആജ്ഞാശക്തി കൂടുതലും ഒക്കെയുള്ള നക്ഷത്രക്കാരായിരിക്കും. ജെ എന്ന് പറയുന്ന അക്ഷരക്കാർ വളരെ സൗമ്യ സ്വഭാവക്കാരും എന്നാൽ എടുത്തിയാടി സംസാരിച്ചിട്ട് പെട്ടെന്ന് വൈരാഗ്യക്കാരെ ഉണ്ടാക്കുന്നതായിട്ടുള്ള നക്ഷത്രക്കാരും. കെ എന്ന് പറയുന്ന നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരും പ്രഗത്ഭരും ബുദ്ധി വളരെയുള്ള ആൾക്കാരും ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവർക്കും പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് ക്രൗര്യം വരികയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് കെയ്ക്ക് കാണുന്നത്. എൽ എന്ന് പറയുമ്പോൾ ലീലാമ ഇങ്ങനെയൊക്കെയുള്ള അക്ഷരങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, ലതിക ഇങ്ങനെയൊക്കെ, ലത എന്നൊക്കെ പറയുന്ന അക്ഷരക്കാർക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ സൗമ്യമായിട്ടുള്ള സ്വഭാവവും എല്ലാവരെയും വളരെ സ്നേഹിക്കാനും ഇഷ്ടം പ്രേമം കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യവും കവിത, നൃത്തം ഇതിലൊക്കെ, സിനിമ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ താല്പര്യവും മാന്ത്രികം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരും അതിനെ കൂടുതൽ അറിയാനും താല്പര്യപ്പെടുന്ന ആളാണ്. എം എന്ന് പറയുന്ന നക്ഷത്രക്കാർ പൊതുവായി എല്ലാവരുമായിട്ട് സന്തോഷപൂർണ്ണമായിട്ട് ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. എന്നാൽ കുടുംബ ജീവിതത്തിൽ അവർക്ക് ചെറിയ ചെറിയ താളപ്പിഴകളും മറ്റും ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ്. ഓ എന്ന് പറയുന്ന നക്ഷത്രക്കാർ ഒരു ചില ക്രൗര്യത്തോടു കൂടി സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുകയും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഒരു ചിട്ടവട്ടമുള്ളവരും ഭാര്യ സംബന്ധമായിട്ടാണെങ്കിലും മക്കൾ സംബന്ധമായിട്ടാണെങ്കിലും ഒരു എന്താ പറയുക, ഒരു ക്രൂവൽ മൈൻഡായിട്ട് ഒരു എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ്റെ കയ്യിൽ എത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയ ഉള്ള ഒരു നക്ഷത്രമാണ് ഓ എന്ന് പറയുന്നത്. പി എന്ന് പറയുന്ന നക്ഷത്രം. പി എന്ന നക്ഷത്രം സത്യ സ്വഭാവമുള്ള ഒരു എഴുത്തുകാരും നല്ല കൈയക്ഷരമുള്ളവരും നല്ല സൽസ്വഭാവികളും മറ്റും ഒക്കെയാണ് പി എന്ന് പറയുന്ന നക്ഷത്രക്കാർ. ടു എന്ന് പറയുന്ന നക്ഷത്രക്കാർ രാജ്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ നാടിനും വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നവരും അല്ലെങ്കിൽ പട്ടാളം, പോലീസ് ഇതിലൊക്കെയുള്ള അവസ്ഥയുള്ളവരുമാണ് ഈ ഒരു അക്ഷരത്തിൽപ്പെട്ട നക്ഷത്രക്കാർ. ആർ എന്ന് പറയുന്ന അക്ഷരം. ആർ എന്ന അക്ഷരം ഭയങ്കര ക്രൂക്കഡ് മൈൻഡുകാരായിരിക്കും. ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് തുറന്ന് കാണിക്കാത്ത ആൾക്കാരായിരിക്കും ആർ എന്ന് പറയുന്ന നക്ഷത്രക്കാർ. എസ് എന്ന് പറയുന്ന നക്ഷത്രക്കാർ സിന്ധു, സജി അല്ലെ സജീവ്, സാംബശിവ ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ പൊതുവെ സൗമ്യ സ്വഭാവക്കാരായിരിക്കും. എങ്കിൽ തന്നെയും ഈ ഒരു നക്ഷത്രക്കാർ വിദേശയാത്ര, അന്യദേശവാസി ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. ബന്ധുഗുണമുള്ളവർ ഒക്കെ ആയിരിക്കും എസ് എന്ന് പറയുന്ന നക്ഷത്രക്കാർ. ടി എന്ന് പറയുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം ക്രൂക്കഡ് മൈൻഡോട് കൂടി ശാസ്ത്രജ്ഞരെ, കല, കായിക സംബന്ധമായിട്ടൊക്കെ വളരെ വിശദീകരണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു നക്ഷത്രക്കാരാണ് ടി എ. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂക്കഡ്, ചില ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് പല കാര്യങ്ങളും വിശ്വസിച്ച് നമുക്ക് ഏൽപ്പിച്ചാൽ പോലും അവരുടെ ഉള്ളിൽ അവരുടേതായിട്ടുള്ള അന്തസത്തയും മറ്റു കാര്യങ്ങളും ഉൾക്കൊണ്ട് എല്ലാം വെട്ടിത്തുറന്ന് പറയുകയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള നക്ഷത്രമാണ് ഉഷ അല്ലെങ്കിൽ ഉണ്ണി അല്ലെ ഇങ്ങനെയൊക്കെയുള്ളവർ. വളരെ പഞ്ചപാവമായിട്ടൊക്കെ തോന്നുന്ന നക്ഷത്രമാണ് വേണു, വിനീത, വിജയൻ ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മനസ്സിലൊന്നും കാണത്തില്ല, ഒരു 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 ഇതും കാണത്തില്ല. പക്ഷേ എല്ലാ കാര്യത്തിനെക്കുറിച്ച് അറിവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊരു ഭാവനയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പിന്നെ അക്ഷരമാണ് VA. W എന്ന് പറയുന്ന നക്ഷത്രം ഒന്നിനും അവർ എന്താ പറയുക, ഒന്നിനും ഒരു പിന്നെ നമുക്ക് പിടിതരാത്ത നക്ഷത്രക്കാരാണ്. അവരിൽ നിന്ന് സത്യം നമുക്ക് തെളിയിക്കാനോ വില്യൻ ഇങ്ങനെയൊക്കെയുള്ള സത്യം തെളിയിക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ വളരെയധികം എന്താ പറയുക, ആൾക്കാരുമായിട്ട് നല്ല സൗമ്യതയിൽ പെരുമാറുകയും എന്നാൽ ഉള്ളിൽ ഒതുക്കി കാര്യങ്ങൾ കൊണ്ടുപോകുന്നതായിട്ടുള്ള W എന്ന് പറയുന്ന നക്ഷത്രം. X എന്ന് പറയുന്ന നക്ഷത്രം ഏറ്റവും ക്രൂക്കഡ് മൈൻഡായിട്ടുള്ള നക്ഷത്രമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാലും ഒരു രീതിയിലും അവർ പിടിക്കപ്പെടാത്ത രീതിയിൽ രക്ഷപ്പെടുന്നതായിട്ടുള്ള നക്ഷത്രം പൊതുവിൽ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരിക്കും. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം, പക്ഷേ എങ്കിൽ പൊതുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. കാര്യം എന്താണെന്ന് വെച്ചാൽ പൊതുവിലുള്ള ആൾക്കാരെല്ലാം വളരെ സ്നേഹത്തോടും പ്രേമത്തോടും ഇഷ്ടത്തോടും ഒക്കെ കാണുന്നതായിട്ടുള്ള ഒരു പിന്നെ അക്ഷരമാണ് X. Y എന്ന് പറയുന്ന നക്ഷത്രം യേശു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നക്ഷത്രം, വളരെ സാത്വിക ചിന്താഗതിയും മറ്റു കാര്യങ്ങളും ഒക്കെയുള്ള നക്ഷത്രമാണ്. പിന്നെ ഈ Y എന്ന് തുടങ്ങുന്നതായിട്ടുള്ള യോഹന്നാന്, പിന്നെ യോനപ്പന്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ. ഇവരൊക്കെ എന്ന് വെച്ചാൽ ക്രൂക്കഡ് ഒരുപാട് പിന്നെ എന്താ പറയുക, ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചിട്ട് അവസാനം ആ ദുഃഖങ്ങൾ മറ്റുള്ളവരിൽ ചെലുത്താൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ആ ദുഃഖങ്ങൾ അവരിലും ഉണ്ടാവണം എന്ന പിന്നെ ഒരു മാനസിക അവസ്ഥയുള്ള ആൾക്കാരാണ് Y എന്ന് പറയുന്ന നക്ഷത്രം. ഇനി Z എന്ന് പറയുന്ന അക്ഷരം എല്ലാ ആൾക്കാരുമായിട്ട് പൊതുവായിട്ട് ചിന്തിക്കുകയും കാര്യങ്ങളും ചിന്താഗതി ഉള്ള ആൾക്കാരും ശാസ്ത്രജ്ഞരും അതുപോലെ ഡോക്ടേഴ്സും അതുപോലെ ഉന്നതങ്ങളിലൊക്കെ ഇത്. പക്ഷേ ഇവരുടെയൊക്കെ കുടുംബ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ചിലതൊക്കെ മോശമായിട്ടുള്ളൊരവസ്ഥാന്തരവുമാണ് ഈ 27 അക്ഷരങ്ങളിൽ കാണുന്നത്. ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ പലരുടെ അഭിപ്രായം മലയാളത്തിലുള്ള അക്ഷരവും ഇംഗ്ലീഷിലുള്ള അക്ഷരവും അത് ഒത്തിരി പ്രാവശ്യമായിട്ട് എന്നെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ അക്ഷരത്തിൻ്റെ ഞാൻ ഓടിച്ചു നോക്കിയതിന് ശേഷം നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ളൊരു അവസ്ഥ. ഇത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയമുണ്ട്. അത് മലയാള അക്ഷരങ്ങളാണ്. അത് ഓരോ കൂറുകാർക്കും നല്ല കുട്ടികൾക്ക് പേരിടാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള അക്ഷരങ്ങളുണ്ട്. മേടൻ രാശിക്ക്, ഇടവൻ രാശിക്ക്, മിഥുനൻ രാശിക്ക്. ഇപ്പോൾ മേടൻ രാശിയിൽ ജനിച്ച അശ്വതി നക്ഷത്രം അല്ലെങ്കിൽ പിന്നെ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾക്കാണെങ്കിൽ അതിൻ്റെ 3, 5, 7, 9, 12 ഈ കൂറുകളിലുള്ള അക്ഷരങ്ങൾ തകണം ജഗണം മകണം എന്നും പറഞ്ഞിട്ട് അത് നമുക്ക് പറയാവുന്നതാണ്. അതുകൊണ്ടാണ് ലക്കി നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുക്കലൊക്കെ വന്നിട്ട് ഏത് അക്ഷരത്തിൽ ആദ്യം തുടങ്ങുന്നത് വേണം നമ്മുടെ കുട്ടിക്ക് ഇടാനായിട്ട്. അതുപോലെ തന്നെ എന്താ പറയുക, സാത്വികമായിട്ടുള്ള പേര് വേണോ. സാത്വികം മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവരാണെങ്കിൽ ഹൈന്ദവ ആചാരങ്ങളുള്ളതും ക്രിസ്ത്യൻസ് ആണെങ്കിൽ ക്രിസ്ത്യൻ ആചാരമുള്ളതും അവരുടെ ദേവതകളെയും അല്ലെ ദേവിമാരും ദേവന്മാരുടെയും ഒക്കെ ആയിട്ടുള്ള പേരുകളോട് കൂടിയ. ഇപ്പം നെറ്റിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന അക്ഷരം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മലയാളവും ഇംഗ്ലീഷും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു നക്ഷത്രക്കാരനൊക്കെ ഒരു പ്രത്യേകത ഞാൻ വായിച്ച് മനസ്സിലാക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ മാന്യ പ്രേക്ഷകരുടെ മറ്റൊരു ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, നിങ്ങൾ ഈ കമൻറ്റുകൾ ഇടുമ്പോൾ അല്ലെ ചില നല്ല കമൻറ്റുകൾ ഇടുമ്പോൾ നമ്മൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതായിട്ടില്ല. അല്ലെ എല്ലാ കമൻറ്റുകളും വായിക്കാറുണ്ട്. ഒരു കമൻറ്റ് പോലും ഞങ്ങൾ വിട്ടുകളയാറില്ല. എല്ലാ കമൻറ്റുകളും ഉണ്ട്. ഒരുപാട് ലക്ഷക്കണക്കിന് കമൻറ്റുകളാണ് വരുന്നത്. എല്ലാ കമൻറ്റുകളും മിനിമം കമൻറ്റുകളൊക്കെ വായിച്ച് മനസ്സിലാക്കാറുണ്ട്. പക്ഷേ പല കമൻറ്റിലും ഒരു 75% എന്താണ് എഴുതി പിടിപ്പിക്കുന്നതെന്ന് അറിയില്ല. നല്ലതും ചീത്തയൊക്കെ എഴുതി പൊക്കോട്ടെ. പിന്നെ ചില കമൻറ്റുകളുണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാതെ. അതുകൊണ്ട് വ്യക്തവും ശുദ്ധമായിട്ട് നിങ്ങളൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ 100% ആ കമൻറ്റിൻ്റെ ആയിട്ടുള്ള എൻ്റെ അറിവിൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തയ്യാറാണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് നിങ്ങൾ എഴുതി കമൻറ്റുകൾ ചെയ്യുന്നതായിരിക്കും ഞങ്ങൾക്കും ഒരു ആകർഷണത്വം. അത് തന്നെയല്ല, കമൻറ്റുകൾ വീണ്ടും വീണ്ടും വരട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ എപ്പിസോഡുകളൊക്കെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ ഈ എപ്പിസോഡ് വൈൻഡ് ചെയ്യുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇത് കണ്ടിരിക്കുന്നവർക്കും ഇനി കാണാൻ പോകുന്നവർക്കും ഒക്കെ എൻ്റെ വിനീതമായ നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.